അസന്തുലിതാവസ്ഥ കൊണ്ട് ഒരു പക്വതയില്ലാത്ത അണ്ടങ്ങളെ പുറത്തു വിടുമ്പോഴാണ് PCOD സംഭവിക്കുന്നുള്ളത്. ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതശൈലിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഉറക്കം കറക്റ്റായിട്ടില്ലാത്തത് കൊണ്ടോ, നിങ്ങളുടെ മറ്റു ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇതിനൊക്കെ നിങ്ങൾ പലപ്പോഴും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പാതി വഴിയിൽ വിട്ടിട്ടുണ്ടാകും. ഈ പാതി വഴിയിൽ നിങ്ങളൊരു ചികിത്സ തിരഞ്ഞെടുക്കുമ്പോൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോവാതെ അത് പൂർണ്ണമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ഈ ഒരു ചികിത്സയിലൂടെ എൻ്റെ രോഗം പൂർണ്ണമായും സുഖപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മളിൽ ആദ്യം നിലനിൽക്കേണ്ടത്. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങൾ ഒരു 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ നിങ്ങൾ ആ ഒരു വിശ്വാസം നിലനിർത്തി പിന്നീട് അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് തന്നെയാണ് വലിയൊരു മാറ്റം വരുന്നത് ഇല്ലാതാക്കുന്നുള്ളത്. അതിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്കതിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ. അതിന് നിങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ചികിത്സ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചികിത്സ തിരഞ്ഞെടുക്കണമെന്ന്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു റൂട്ട് കോസ്? ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നു, ഈ ഒരു PCOD എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല. അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിനെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ മെത്തേഡാണ് അക്യുപങ്ക്ചർ. ഈ ഒരു അക്യുപങ്ക്ചറിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ഹോർമോൺ അസന്തുലിതാവസ്ഥയെ പൂർണ്ണമായും സുഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു വഴിയിലേക്ക്, ആ ഒരു പാതയിലേക്ക് ഞാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചികിത്സയെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. ഡു ഫോളോ, വാച്ച് മോർ വീഡിയോസ്.